നമുക്കേ ഈ അങ്ങനെയാണെങ്കിൽ ഈ രാമന്റെയും ചിന്നുവിന്റെ കല്യാണത്തിന് മുമ്പേ തറവാട് ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോണം. അവിടെയും പോയിട്ട് ഈ രാമങ്കൾ എവിടെ പോയി? അവരിപ്പോ പുറത്തോട്ടം കണ്ട് പോയിരിക്കാടി. എന്തോടിയാതെ ആ വീഡിയോ ഇട്ടേ അളിയാ. ഈ രാമനെ ഇപ്പൊ ഭയങ്കര ഒരു മാറ്റം വന്നിരിക്കുന്നു കേട്ടാ. എന്തോ ഒരു ഉത്തരവാദിത്വമൊക്കെ വന്ന പോലെ, നല്ല പക്വത ഒരു. അതെ, എല്ലാരും എല്ലാ കാലവും ഒരേപോലെ ഇരിക്കുവോ? പ്രായം വരുമ്പോഴത്തേക്ക് അനുസരിച്ച് പക്വതയും വരും കേട്ടാ. ഇനി ഇതിനൊക്കെ എപ്പ മാറ്റം വരുമെന്ന് അറിഞ്ഞൂടോ? എന്തോന്ന് വരുമെന്ന്? പക്വത അതൊന്നും വരാൻ പോകുന്നില്ല. അല്ലാതെ വരും 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 അവർക്ക് വരും. എന്താടി ദൈവമേ, ആറാം തമ്പുരാനല്ലേ? ലാലേട്ടനെ പോലെ തന്നെ ഉണ്ട്. പൊളിച്ചു. നീ നാളെ മാറിപ്പോയി കേട്ടോടാ. എവിടെ പോയിരുന്നടാ? നമ്മള് നേരത്തെ സംസാരിച്ചതിനെ കുറിച്ച് ഞാൻ ഇരുന്ന് ആലോചിച്ചപ്പോ എനിക്ക് തോന്നി നമ്മളെ മലയാള തനിമയെന്ന് നമ്മളങ്ങനെ വിട്ടുകളയേണ്ട കാര്യമില്ല. അതെ അതെ. പിന്നെ ചിന്നുവിന് ഈ നാടൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടവും. അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുണ്ടല്ലോ. അതെ, നമ്മൾ ഒരാളെ മാറ്റണേക്കാളും നല്ലത് നമ്മളങ്ങ് മാറണാണെന്ന് എനിക്ക് തോന്നുന്നു. എടാ ഇതേ വാചകം ഉണ്ടല്ലോ ബെർണാഡ് ഷാ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരാളെ മാറ്റുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ അങ്ങ് മാറുന്നതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊക്കെ പറഞ്ഞു കാണുമായിരിക്കും. അങ്ങനെ എന്തൊക്കെ പറഞ്ഞത് നമ്മളങ്ങനെ ഓർത്തില്ല. എല്ലാം പറഞ്ഞു കാണുമായിരിക്കും ഇതൊക്കെ. അറിയാ, എന്തായാലും ഒരു കാര്യം ഉറപ്പായി. അവന്റെ സ്വന്തം ഇഷ്ടങ്ങൾ പോലും അവൻ മാറ്റി വെച്ചു. എന്തിനെന്നറിയുമോ? ചിന്നുവിന് വേണ്ടി. ഇവനുണ്ടല്ലോ അവളെ പൊന്നു പോലെ നോക്കുവാളിയാ മണി. പിന്നെ ഉറപ്പല്ലേ? അല്ല, എന്നിട്ട് അവളെവിടെ ചിന്നു? അപ്പച്ചി കിടന്ന് ഉറങ്ങായിരിക്കും. ഓ, പോയി വിളിക്കടാ. അയ്യോ, എങ്കിൽ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറി അല്ല വേണ്ട പോയിട്ട് അപ്പച്ചി അപ്പച്ചി ചിന്നു അപ്പച്ചി. ചിന്നു ഇഷ്ടപ്പെടൂ. പിന്നെ ഇല്ലടാ, അവള് കാണട്ടെ അവളുടെ അപ്പച്ചി അപ്പച്ചിയേ ഒന്ന് വാ. അല്ലേ? ഞാനേ നിങ്ങൾ എല്ലാവരും പറയുന്ന ഇങ്ങനെ ആലോചിച്ചായിരുന്നേ. രാമേട്ടനും മോഡേൺ ഡ്രസ് ആണല്ലോ ഇഷ്ടം. എന്നാ പിന്നെ ഞാനായിട്ട് എന്തിനാ അങ്ങനെ നിക്കുന്നേ? ഞാനും മോഡേൺ ആവാന്ന് വിചാരിച്ചു. നല്ലല്ലേ? അഭിപ്രായം ഞാൻ പറഞ്ഞാ മതിയോ ചിന്നു? ഞാൻ ചിന്നുവിന് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്നാണ് ഞാൻ ഇങ്ങനെയൊക്കെ വന്നത്. പക്ഷെ നീ എന്നെ ഞെട്ടിച്ചളഞ്ഞല്ലേ ചിന്നു. എടാ കുഞ്ഞളിയാ, അതിനൊരു കാര്യമുണ്ട്. പണ്ടുപോലെ പറഞ്ഞു വരാറുള്ള ഒരു ചൊല്ലുണ്ട്, ചേരേണ്ടത് ചേരേണ്ടിടത്തേ ചേരൂ. ഇത് ഞാനേ ഇംഗ്ലീഷ് ഞാൻ ഏതാണ്ടൊന്ന് പറയുമല്ലോ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.